ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, പ്രത്യേകിച്ച് എമ്പുരാന്റെ കാര്യത്തിൽ. വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. എന്താ സംഭവിച്ചത്? ഡേറ്റ് മാറ്റുകയാണ് അല്ലെങ്കിൽ എന്താ ഇത് പറ്റിയത്? ആരും സിനിമ ഏറ്റെടുക്കുന്നില്ല, പടം തീരെ പോരെ. എത്ര ആരും ഏറ്റെടുക്കാതിരുന്ന ഇങ്ങനെയാണ്. ഓവർസീസ് ഇല്ല, OTT ഇല്ല, മറ്റാളുകൾ ഒരാളും പുറത്ത് പാൻ ഇന്ത്യൻ രീതിയിൽ ഒരു തരത്തിലുള്ള റീച്ചും ഇല്ല, ആർക്കും സിനിമ വേണ്ട. ബട്ട് വൈ? അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. പക്ഷെ അതിന് മുമ്പ് കുറച്ച് അപ്ഡേറ്റ് ഉള്ളത് പെട്ടെന്ന് പറഞ്ഞു പോകാം. ആദ്യം തന്നെ റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ, കങ്കുവ എന്ന് പറഞ്ഞ സിനിമയുടെ പരാജയം റെട്രോ എന്ന് പറഞ്ഞ സിനിമയെ ബാധിക്കും എന്നുള്ള രീതിയിൽ ഒരുപാട് ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഡൗട്ടും വേണ്ട, അത് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. കങ്കുവ പരാജയം ബാധിച്ചിട്ടില്ല. സൂര്യയുടെ റെട്രോയ്ക്ക് വൻ ഡിമാൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂര്യ നായകനായി കാർത്തിക് സുബ്ബരാജ് സംവിധാനം നിർവഹിക്കുന്ന റെട്രോയുടെ കേരള വിതരണ അവകാശം നേടുവാൻ ആവശ്യക്കാരേറെ എന്നാണ് പറഞ്ഞത്. സൂര്യൻ 44 ചിത്രമായി വരുന്ന സിനിമയാണ് റെട്രോ. അപ്പോ അത് പിന്നെ ആ സിനിമയുടെ മറ്റുള്ള കാര്യങ്ങളും ഇതിന്റെ എന്താ പറയാ ടീസർ അല്ലെങ്കിൽ ഗ്ലിംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാവും ഇതൊരു വൻ സാധനമാണ്. മാത്രമല്ല കാർത്തിക് സുബ്ബരാജ് ആണ്, പിന്നെ നടിപ്പിൻ നായകനാണ്. കങ്കുവൊക്കെ എന്താ പറ്റുന്ന എല്ലാവർക്കും അറിയാം. അത് പുള്ളിന്റെ അഭിനയം കൊള്ളാത്തോണ്ടൊന്നും അല്ല, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി അവിടെ നിൽക്കട്ടെ. രജനീകാന്തിന്റെ കൂലി എന്ന് പറഞ്ഞ സിനിമ, കൂലിക്ക് ഭയങ്കരമായിട്ടുള്ള ഹൈപ്പ് ഉണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ലോകേഷ് കനകരാജ് ചെയ്യുന്ന സിനിമയാണ്. ഓൾറെഡി അവരത് LCയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ലിയോ അതുപോലെ LCയിൽ വരില്ല എന്ന അവസാന നിമിഷം കണക്ട് ചെയ്യുന്നു. അതുപോലെ അഥവാ വന്നാലോ എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോഴും ആരാധകർ കാത്തിരിക്കുന്ന സിനിമ കൂടിയാണ് കൂലി. എന്തായാലും ടീസർ എന്താ വരാത്തെന്നുള്ള ചോദ്യത്തിന് ഇപ്പോ ഒരു ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഈ വരുന്ന മാർച്ച് 14 തീയതി, അന്ന് നമ്മുടെ സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ ബർത്ത്ഡേയും കൂടിയാണ്. ആ ദിവസം ഇതിന്റെ ടീസർ വരും എന്നാണ് ഒടുവിൽ വന്നിട്ടുള്ള വാർത്തകൾ. അടുത്തത് പുഷ്പ. പുഷ്പ എന്ന് പറഞ്ഞ സിനിമയുടെ വിജയം ഭയങ്കരമായിട്ടാണ് അല്ലു അർജുനെ ബാധിച്ചിട്ടുള്ളത്. അതായത് അല്ലു അർജുന്റെ സിനിമകൾ ഓൾറെഡി അല്ലു അർജുൻ ഭയങ്കരമായിട്ടുള്ള സ്റ്റാർ പവർ ഉള്ള ആണെങ്കിൽ പോലും ഈ വലിയ വലിയ സംവിധായകരൊക്കെ അദ്ദേഹത്തെ വെച്ച് സിനിമ ചെയ്യാന്ന രീതിയിലേക്ക് ഒരു വാർത്തകൾ ഇപ്പോ ആ പുഷ്പയുടെ വിജയം വരെ വന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ അറ്റ്ലിയുടെ സിനിമ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്. അത് അറ്റ്ലിയുടെ ഭാഗ്യം എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ല അല്ലൂരിന്റെ ഭാഗ്യം രീതിയിൽ നമുക്ക് അത് കണക്കെടുക്കാൻ പറ്റില്ല. കാരണം അല്ലൂർ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ പൊന്നാക്കുന്ന പരിപാടിയാണുള്ളത്. എന്തായാലും റോക്കിയുമല്ല പുഷ്പയുമല്ല അതുക്കും മേലെ അല്ലുവും പ്രശാന്ത് നീലും ഒന്നിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രശാന്ത് നീലിന്റെ അടുത്ത സിനിമയിൽ അല്ലു അർജുൻ നായകനായി വരും എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. അടുത്തത്, എമ്പുരാൻ വിജയിക്കേണ്ടത് ഇൻഡസ്ട്രിയുടെ ആവശ്യം. നാളെ എനിക്ക് വലിയൊരു സിനിമ പ്ലാൻ ചെയ്യണമെങ്കിൽ നിലവിലുള്ള വലിയ സിനിമകൾ വിജയിക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന് ദിലീഷ് പോത്തൻ. തീർച്ചയായും ആ സിനിമ വിജയിക്കാൻ ഞാനും പ്രാർത്ഥിക്കുന്നു എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ലാലേട്ടന്റെ ഏറ്റവും മികച്ച സിനിമ ഏതാണ്, ഏറ്റവും എന്റർടൈൻ ആയിട്ടുള്ള സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ നമുക്ക് പറയാനുണ്ടാവും. ഇങ്ങനെ ഒരാൾ സംസാരിക്കാനുള്ള സിനിമകൾ ഉണ്ടാവും. എന്നാൽ അതിൽ വേറിട്ട് നിൽക്കുന്ന സിനിമ തന്നെയാണ് ചോട്ടാ മുംബൈ. എസ്പെഷ്യലി മുള്ളൻ ചന്ദ്രപ്പൻ, ആ ക്യാരക്ടറിന് ഒരു പ്രത്യേക കാറ്റഗറി ഓഫ് ഫാൻസ് ഉണ്ട് എന്നാണ് തോന്നിയിട്ടുള്ളത്. തല തിരിഞ്ഞാൽ ലത, ലത തിരിച്ചാൽ തല എന്ന് പറഞ്ഞൊക്കെ നോക്കുന്ന പരിപാടികളൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. എന്തായാലും മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ചോട്ടാ മുംബൈ വരുന്നു. ലാലേട്ടന്റെ ജന്മദിനമായ മെയ് 21 തീയതി ചിത്രം വീണ്ടും തിയേറ്ററിൽ എത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മല്ലം പിള്ളരാജിന്റെ മകനൊക്കെയാണ് ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. പ്രൊഡക്ഷൻ ടീമിന്റെ ഭാഗത്ത് തന്നെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. സോ മെയ് 21 തീയതി അതിന്റെ റിലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒഫീഷ്യൽ പ്രഖ്യാപനം പിന്നീട് വരും. അടുത്തത്, ഡയലോഗുകൾ 2 ദിവസം മുൻപേ മനഃപ്പാടമാക്കി ഗംഭീര പ്രകടനമാണ് സുരാജ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് അരുൺ കുമാർ പറയുന്നത്. നമ്മുടെ വീര ധീര സൂര എന്ന് പറയുന്ന സിനിമയാണ്, വിക്രം നായകനായിട്ട് വരുന്ന സിനിമയാണ്. വിക്രമിന്റെ ഒരു പഴയ ടൈപ്പ് ഓഫ് സാമികളെ കണ്ടിട്ടുള്ള ആ ഒരു സ്വാഗും സ്റ്റൈലൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ കൂടിയാണ് വീര ധീര സൂര. കാരണം ഇതിന്റെ ടീച്ചറൊക്കെ അമ്മാതിരി സാധനമായിരുന്നു. അപ്പോൾ അതിൽ പ്രതീക്ഷ ഒരുപാടുണ്ട്. അതിലൊരു പ്രധാന കഥാപാത്രമാണ് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിക്കുന്നത്. മാത്രമല്ല, കഥ കേൾക്കുന്നതിന് മുൻപേ താങ്കളുടെ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ റെഡിയാണ് എന്നാണ് സുരാജ് പറഞ്ഞത്. അതെനിക്ക് വലിയ അത്ഭുതമായി എന്നും അരുൺകുമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിന് മുമ്പായിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ നേരെ എംബ്രാനിലേക്ക് വരുന്നത്. ഇനിയാണ് കാര്യത്തിലേക്ക് കടന്നത്. ഇത്രയും നമ്മൾ കാര്യത്തിലേക്ക് കടന്നിട്ടില്ല വെച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മൾ എംബ്രാനിലേക്ക് വരികയാണെങ്കിൽ എംബ്രാന്റെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. വീണ്ടും ഇവിടെ എന്താ പറയേണ്ടത് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വാർത്തയുണ്ട്, അത് ഒറ്റ അടിക്കണം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇന്ത്യൻ 2 മുതൽ വിടാമുയർച്ചി വരെ ഉണ്ടാക്കിയ ലൈക്കയുടെ നഷ്ടം ചെറുതല്ല. എംപുരാന്റെ പ്രതിസന്ധി മറികടക്കാൻ ഹോംബാലെ വരുമോ എന്നാണ് ഹെഡ്ലൈൻ. ഇനി കേട്ടോളൂ. റിലീസിന് 2 ആഴ്ച മാത്രം ബാക്കിയുള്ളപ്പോഴും കാര്യമായ പ്രൊമോഷൻ അപ്ഡേറ്റുകളോ ഇല്ലാതെ പോവുകയാണ് എമ്പുരാൻ. ഓൾറെഡി അത് ട്രോൾസ് അടക്കം വന്നിട്ടുണ്ട്, എന്താണ് അപ്ഡേറ്റുകളൊന്നും വരാത്തതെന്നുള്ളത്. മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രമാണ് എമ്പുരാൻ ഒരുങ്ങുന്നത്. ഓക്കെ, ഏകദേശം 100-140 കോടിയോളം ബജറ്റിൽ വരുന്ന സിനിമയാണ്. 6 രാജ്യങ്ങളിലായി 150 ദിവസത്തോളം നീണ്ടുനിന്ന ഷൂട്ടായ ചിത്രത്തിന്റെ, ഇതൊക്കെ നമുക്ക് അറിയടേ. മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത പ്രൊമോഷൻ ഇവന്റുകൾ എമ്പുരാന് വേണ്ടി നടക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് പോയിട്ട് ആ ക്യാരക്ടർ അപ്ഡേറ്റിന് ശേഷം അതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള അപ്ഡേറ്റുകൾ തന്നെ വരുന്നില്ല.
എന്നാൽ ക്യാരക്ടർ വീഡിയോയ്ക്ക് ശേഷം അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രൊമോഷൻ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇതിന് പിന്നാലെയാണ് ചിത്രത്തിന്റെ സഹനിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസിനെതിരെ വ്യാപകമായ വിമർശനം ഉയരുന്നത്. എന്താണ് ഈ വിമർശനം? അത് വല്ല കാര്യമുണ്ടോ? ഉണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അടുത്തിടെ റിലീസായിട്ടുള്ള ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറിയിരുന്നു. കമൽഹാസൻ ശങ്കർ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ 2 കഴിഞ്ഞ വർഷത്തെ വലിയ പരാജയങ്ങൾ ഒന്നായി മാറി. പിന്നാലെത്തിയ വേട്ടയ്യൻ സിഗരറ്റ് ഇങ്ങനെ വരുമ്പോൾ അതിനുള്ള കൂടെ ഓട്ടകളിങ്ങനെ പോയിട്ട് ഇൻട്രോ. ഇത്രയും കാലത്തിനകത്ത് ഇത്രയും വേഴ്സ്റ്റ് ആയിട്ട് രജനീകാന്ത് ഇൻട്രോ കണ്ടിട്ടില്ല. അമ്മ അത് ചളപ്പായിരുന്നു. അപ്പോ വേട്ടയ്യനും ബോക്സ് ഓഫീസിൽ പ്രതീക്ഷ വിജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ വിടാമുയർച്ചയും പരാജയം രുചിച്ചതോടെ ലൈക്കയുടെ ഒരേ ഒരു പിടിവള്ളിയായി എമ്പുരാൻ മാറിയിരിക്കുകയാണ്. പക്ഷെ അത് എമ്പുരാന്റെ കൊരവള്ളിക്കുള്ള പിടിയായി മാറി എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാൽ ചിത്രത്തിന്റെ റിലീസ് അടുത്ത സമയത്ത് വലിയൊരു പ്രതിസന്ധിയാണ് ലൈക്കയ്ക്ക് നേരിടേണ്ടി വരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ലൈക്കയുടെ കഴിഞ്ഞ ചിത്രങ്ങളിലൂടെ വിതരണക്കാർക്ക് നേരിടേണ്ടി വന്ന നഷ്ടം നികത്താതെ ലൈക്കയുടെ ചിത്രങ്ങൾ ഒന്നും ഏറ്റെടുക്കുന്ന വിതരണക്കാർ പറഞ്ഞതായാണ് റൂമറുകൾ. അവർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ലാസ്റ്റ് വന്നിട്ടുള്ള എല്ലാ സിനിമയും വൻ നഷ്ടമാണ്, ചെറിയ നഷ്ടങ്ങളല്ല. ഇന്ത്യൻ 2 ഒക്കെ പ്രത്യേകിച്ച് അതിനുള്ള ഇന്ത്യൻ 3 ഇനിയും വരുന്നവർ പറയുന്നുണ്ട്. എന്തോ അപ്പൊ ലൈക്ക തൊടുന്നൊക്കെ പൊട്ടിപ്പാളീസായി കൊണ്ടിരിക്കുമ്പോൾ നമ്മളാണെങ്കിൽ അതിന്റെ റിലീസ് ഏറ്റെടുക്കോ? ഇല്ല. നമുക്ക് അതിനുള്ള കെൽപ്പില്ലെങ്കിലും കെൽപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കോ? ഇല്ല. നമുക്ക് ഓൾറെഡി ഓക്കെ, എമ്പുരാൻ എന്ന് പറയുന്നത് ഇവിടുത്തെ വലിയ സിനിമയാണ് നമുക്ക് അറിയാമെങ്കിലും പുറത്തത് അങ്ങനെയല്ലല്ലോ. പാൻ ഇന്ത്യൻ പാൻ വേൾഡ് രീതിയിലൊക്കെ ഇവർ ഇത്രയും വലിയ ആളുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് പ്രൊഡക്ഷൻ കിട്ടാനോ അല്ലെങ്കിൽ പടത്തിന് മറ്റു സംഭവങ്ങൾ വരാനോ പ്രൊഡക്ഷൻ അല്ല ഓവർസീസ് കിട്ടാനൊന്നും വലിയ പണിയൊന്നുമില്ല. കാരണം അത്രയും വലിയ കാസ്റ്റ് ഇതിലുണ്ട്. ഏത് പാൻ ഇന്ത്യൻ പാൻ വേൾഡിൽ ആക്കി കഴിഞ്ഞാലും ജെറോം ഫിലിം നടക്കുന്നതിലുണ്ടാകുമ്പോൾ ഒരു ടെൻഷനും ഇല്ല. പക്ഷെ ലൈക്ക എന്താണെന്ന് നോക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ടെൻഷൻ വരും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിന് പിന്നാലെ ലൈക്കയ്ക്ക് പകരം മറ്റൊരു പ്രൊഡക്ഷൻ കമ്പനിയെ ആശീർവാദ് സിനിമാസ് നോക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ബോളിവുഡിലെ ലീഡിംഗ് കമ്പനിയായ യശ് രാജ് ഫിലിംസിനെയും കന്നഡയിലെ 1 നമ്പർ പ്രൊഡക്ഷൻ ഹൗസായ ഹോം ബാലയെയും എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ചിത്രത്തിന്റെ OTT റിലീസിനെ സംബന്ധിച്ചും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടെന്നാണ് ആരാധകർ കരുതുന്നത്. 90 കോടിയാണ് എമ്പുരാന്റെ OTT റൈറ്റ്സിനായി ലൈക്ക ആവശ്യപ്പെട്ടതെന്നും, 90 കോടി ലൈക്ക ആവശ്യപ്പെട്ടത്. എന്നാൽ ആശീർവാദിന് 70 കോടി മതിയെന്നുമാണ് റൂമറുകൾ. ലൈക്ക ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ അവർക്ക് ഈ നഷ്ടം നികത്താനുള്ള അടക്കം അവർ വലിയ ലാഭം കാണുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ സിനിമ വെച്ച് ഇതിന്റെ മാക്സിമം എടുക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ചോദിക്കുന്നത് വലിയ പൊട്ടതരാണ്. അപ്പോൾ ആശീർവാദിന് 70 കോടി മതിയെന്നാണ് റൂമറുകൾ. ഇതിനു പുറമെ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് പ്രകടനം അടക്കം പല കാര്യങ്ങൾക്കും ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഓവർസീസ് റൈറ്റ്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്നിവിടങ്ങളിൽ എമ്പുരാന് വിതരണക്കാരില്ലെന്നാണ് അഭ്യൂഹങ്ങൾ. രാജമൗലി ചിത്രത്തിന്റെ ഷെഡ്യൂൾ അവസാനിച്ചാലുടൻ പൃഥ്വി എമ്പുരാന്റെ പ്രൊമോഷൻ ഇറങ്ങുമെന്നാണ് കരുതുന്നത്. ഒഡീഷയിൽ 7 ദിവസത്തെ ഷൂട്ടാണ് പൃഥ്വിരാജിനും മഹേഷ് ബാബുവിനും ഉള്ളത്. പല ആളുകളും പറയുന്നുണ്ട് ഈ SSND അല്ലെങ്കിൽ മഹേഷ് ബാബു SS രാജമൗലി ചിത്രത്തിൽ ഇദ്ദേഹം അഭിനയിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഇത്രയും വലിയ സിനിമ, മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ ലോകത്തിന് മുമ്പിലേക്ക് നമ്മൾ വെക്കുന്ന സമയത്ത് അങ്ങനെ ഷൂട്ടിന് പോകാൻ പാടില്ല, ഇതിനിടയിൽ ആ ഷെഡ്യൂൾ പങ്കെടുക്കാൻ പാടില്ലെന്നു പൃഥ്വി സത്യം പറഞ്ഞാൽ പറഞ്ഞ വാക്കിന് വേലുള്ളത് കൊണ്ടും അത്രയും കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലേ? ഇത് ഇത്രയും വലിയ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ കൂടെ ഉണ്ടാവുമ്പോൾ എനിക്കത് വരാൻ പറ്റില്ല. ആ ഷെഡ്യൂൾ എത്ര വട്ടം നീട്ടും? രാജമൗലിയുടെ ചിത്രം എന്ന് പറഞ്ഞാൽ 1000 കോടിയിൽ വരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. സത്യം എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല, അത്രയും വലിയ ബജറ്റ് വരുമെന്ന് അറിയൂല. പക്ഷെ അതിനുള്ള അവരുണ്ട്. അപ്പൊ വലിയ രീതിയിൽ വരുന്നുണ്ട്. അതിൽ മഹേഷ് ബാബു മാത്രമല്ല, നമ്മുടെ ദീപിക പതുക്കോൺ ഒരു പ്രധാന കഥാപാത്രത്തിന് അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ വലിയ വലിയ സ്റ്റാറുകൾ അഭിനയിക്കുന്ന സിനിമയാണ് ഈ രാജമൗലി മഹേഷ് ബാബു ചിത്രം. മാത്രമല്ല അത്ര വലിയൊരു സിനിമയിലൊക്കെ ഒരാളുടെ ഒരു കാര്യത്തിന് വേണ്ടി എത്ര ഡേറ്റ്സ് വരെ മാറ്റും. ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ ആയിരിക്കാം. അത് 7 ദിവസത്തിനാണ് കൊടുത്തു, ഓക്കെ. അതിന്റെ ഇടയിൽ ഈ റൈറ്റ്സിന്റെ മറ്റു കാര്യങ്ങളും ഒരുപാട് ഓവർസീസ് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനോട് ഇത്ര സമയം വേണമെന്ന് പൃഥ്വി കണക്ക് കൂടിയിട്ടായിരിക്കും അതിന് പോയിട്ടുണ്ടാകുക. അല്ലാതെ പൃഥ്വി മണ്ടനാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ എന്തായാലും വിചാരിക്കുന്നില്ല. കാഞ്ഞ ബുദ്ധിയാണ്. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള എന്താ പറയുക ഇല്ലുമിനാറ്റി പരിപാടികളൊക്കെ മൂപ്പയുടെ തലക്കോളിൽ നിൽക്കുന്നത്. അപ്പൊ എല്ലാം കണക്ക് കൂട്ടി ഒരു ഏകദേശം ഐഡിയ ഉണ്ടാക്കി വെച്ചതിന് ശേഷം തന്നെയായിരിക്കും എന്തായാലും രാജമൗലി ചിത്രത്തിൽ അഭിനയിക്കാൻ അദ്ദേഹം പോയിട്ടുണ്ടാവുക. ആ 7 ദിവസം കഴിഞ്ഞ് വന്നാൽ ഉടൻ എന്ത് ചെയ്യണം എന്നുള്ളതിന് കറക്റ്റ് ആയിട്ടുള്ള പ്ലാനും പുള്ളിക്കാരുണ്ടാവും. അത് ചെയ്യാൻ ഒരുപാട് വലിയ ടെക്നിക്കൽ ടീമും അതിന്റെ പിറകിലുള്ള ആളുകളും അദ്ദേഹം സെറ്റാക്കി റെഡിയാക്കി വെച്ചതിന് ശേഷമായിരിക്കും പോയിട്ടുണ്ടാവുക എന്നുള്ളതും ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്തിനു ടെൻഷൻ അടിക്കണം? നമ്മൾ കാത്തിരിക്കുക. 27 ചിത്രം വരും തന്നെ വിശ്വസിക്കുന്നു. അത് നമുക്ക് കാണാം. മാത്രമല്ല ഓൾറെഡി പ്രീ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. 5 മണിക്കാണ് കേരളത്തിൽ ഫസ്റ്റ് ഷോ കളിക്കുന്നത്, ആദ്യ ഷോ കളിക്കുന്നത്. അതിന്റെ എന്താ പറയാ ബുക്കിംഗ് ഒക്കെ ഓൾറെഡി ഇവിടെ
ഗാലക്സിയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ നോ വറീസ്, സെറ്റാണ്.